ഞാൻ പേഴ്സണലി വേർഡ് പ്രസ്സിലൊരു പ്രോജക്റ്റ് സ്ക്രാച്ചിൽ നിന്നൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ച് കാണുക മാത്രമല്ല അതിൻ്റെ കൂടെ പ്രാക്ടീസും ചെയ്യുക. നിങ്ങൾ വീഡിയോ മൊബൈലിലോ വേറെ ഏതെങ്കിലും ഡിവൈസിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യണ പോലെ അതുപോലെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, ലോഗിൻ ചെയ്യുക. നമ്മളെ വേർഡ് പ്രസ്സിലേക്ക് ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് സൈറ്റ് കൊടുത്തിട്ട് WP അഡ്മിൻക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഡാഷ്ബോർഡ് വരുന്നത്. ഡാഷ്ബോർഡിൻ്റെ ഓവർവ്യൂ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളൊരു ഡിസൈന് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡിസൈന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫയല് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഫിഗ്മ ഫയൽ. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ഫിഗ്മ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഫിഗ്മ എന്ന് ജസ്റ്റ് ഗൂഗിളിൽ ഫിഗ്മ എന്ന് സെർച്ച് ചെയ്താൽ figma.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാവും. അന്ന് സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ ഏതാണോ, മാക്കാണോ വിൻഡോസ് ആണോ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഫിഗ്മ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഫിഗ്മ എടുക്കുന്നുണ്ട്. ഫിഗ്മ എടുത്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഫയൽസാണ്. ഇതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ കണ്ടോ ഒരു ഐക്കൺ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് എന്ന് നമുക്കൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഐക്കണാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഡൗൺലോഡ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഇമ്പോർട്ട് ഫ്രം കമ്പ്യൂട്ടർ കൊടുത്തിട്ട് ജസ്റ്റ് ഞാനൊരു ഫയൽ എടുക്കുന്നുണ്ട്. ഇതിൽ ഏതാ മോഡൽ V1 എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാവും. അത് ജസ്റ്റ് ഓപ്പൺ ആക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ഫിഗ്മയിൽ ഉള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക്. അപ്പോൾ അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റാണ് നമ്മൾ ചെയ്യാൻ പോണത് വേർഡ് പ്രസ് യൂസ് ചെയ്തിട്ട്. ഇതിൽ എലമെൻ്ററി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഈ ഒരു സർവീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡൈനാമിക്കായിട്ട് ചെയ്യും. ഈ ഒരു സർവീസിൻ്റെ സ്ലൈഡറിൽ നമ്മൾ ഒരു സ്വൈപ്പർ സ്ലൈഡർ എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റം ജാവാസ്ക്രിപ്റ്റിൻ്റെ ലൈബ്രറി യൂസ് ചെയ്തിട്ട് ഒരു സ്ലൈഡറും ചെയ്യും. പിന്നെ ഈ ഒരു കണ്ടൻറ്റ് നമ്മൾ ഡൈനാമിക് ആക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വേർഡ് പ്രസ്സിൻ്റെ ഡാഷ്ബോർഡ് ത്രൂ തന്നെ ഇതിലേക്കുള്ള കണ്ടൻറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡൈനാമിക്കായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ടെസ്റ്റിമോണിയലും നമ്മൾ ഡാഷ്ബോർഡിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റ് ആയിട്ടാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫിഗ്മ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാം. ഇതാണ് ഫിഗ്മൻ്റെ ഒരു എഡിറ്റർ വരുന്നത്. അതിൽ കുറേ ടൂളുണ്ടാവും. ഇതാണ് നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഒക്കെ പോലെ അതൊരു മൂവ് ടൂളാണ്. മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാനും ഇതവിടെ സൈഡിൽ ഹൈഡ് ചെയ്യാനും ഇതിനൊക്കെ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഇമേജ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടൻസ് ഹൈഡ് ചെയ്തിട്ട് ഇമേജ് നമുക്ക് എടുക്കാൻ പറ്റും. ഇമേജ് ഇവിടെ എക്സ്പോർട്ട് ചെയ്യൽ റൈറ്റ് സൈഡിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് PNG ആക്കിയിട്ടാണോ അല്ലെങ്കിൽ JPG ആയിട്ടാണോ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ്. പിന്നെ നമ്മളൊരു ടെക്സ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോണ്ട് സൈസ് എത്രയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, അതേ സെയിം നമ്മൾ UI എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് ആ സെയിം ആയിട്ടാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫിഗ്മ നമ്മൾ ഓൾറെഡി വേറൊരാളാവും ഡിസൈൻ ചെയ്ത് തരും നമുക്കൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് തന്നെ ഫിഗ്മ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഫിഗ്മ UI UX അത് ശരിക്കും ഒരു വേറെ ഫീൽഡ് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാവും ബെറ്റർ.
ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഡിസൈൻ, ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാം, ഒന്നും കൂടി ബെറ്റർ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ടൂൾസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഫിഗ്മയിൽ. ജസ്റ്റ് ഇത് ഇമ്പോർട്ട് ചെയ്യാനും പിന്നെ ഫോണ്ട് സൈസ്, കളറ് നോക്കാനും, കളറിൻ്റെ ഹെക്സാ കോഡ് ഉണ്ടല്ലോ, ഇതൊക്കെ നോക്കാനാണ് നമുക്ക് ജസ്റ്റ് ഫിഗ്മ ആവശ്യം വരിക. അപ്പോൾ അത്രയാണുള്ളത്. അപ്പോൾ നമുക്ക് വേർഡ് പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് തന്നെ പോവാം. ഡാഷ്ബോർഡിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലഗിന്, പിന്നെ തീം ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യൽ, പിന്നെ ഞാൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തീം പറയാം. തീം അപ്പിയറൻസിൽ തീംസ് എടുത്തു കഴിഞ്ഞാൽ കുറേ തീംസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞതിൽ ഹലോ എലമെൻ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ഹലോ എലമെൻ്റർ തന്നെ യൂസ് ചെയ്യാം. എലമെൻ്റർ വെച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഹലോ എലമെൻ്റർ ഒന്നും കൂടെ ലൈറ്റ് വെയ്റ്റുമാണ്, നമുക്ക് അതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഡീഫോൾട്ട് തീമാണ്. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ ഇതിൽ നിന്ന് പോവും. ഓക്കെ, ഹലോ എലമെൻ്റർ. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത് കസ്റ്റം തീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും നമ്മളെ പേരിൽ തന്നെ, ഇപ്പോൾ നമ്മളൊരു ക്ലയൻറ്റിന് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അവരെ കമ്പനി പേരിൽ തന്നെ നമുക്കൊരു തീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ _scores.me എന്ന് പറഞ്ഞിട്ട് _തീം എന്ന് സെർച്ച് ചെയ്താൽ _scores.me എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റിൽ നമുക്കൊരു സ്റ്റാർട്ടർ തീം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ക്രിയേറ്റീവ് ടെക്കി എന്ന് കൊടുത്തിട്ട് ജനറേറ്റ് കൊടുത്താൽ നമുക്ക് ആ പേരിൽ തന്നെ ഒരു വേർഡ് പ്രസ് തീം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ശരിക്കും യൂസ് ചെയ്യൽ. നമുക്കിപ്പോൾ ഹലോ എലമെൻ്റർ യൂസ് ചെയ്യാം. അപ്പോൾ തീം ഹലോ എലമെൻ്ററാണ് ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ തീം ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞതിൽ എടുത്തിട്ടില്ലാത്തൊരു ജസ്റ്റ് ഇവിടെ അപ്പിയറൻസിൽ തീംസിൽ പോയാൽ ആഡ് തീം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഹലോ എലമെൻ്റർ സെർച്ച് ചെയ്താൽ ഇവിടെ വരും. അവിടെ ജസ്റ്റ് ആക്റ്റീവ് കൊടുത്താൽ മതി. ഇൻസ്റ്റാൾ കൊടുത്തിട്ട് ആക്റ്റീവ് കൊടുത്താൽ ഹലോ എലമെൻ്റർ തീം ഇൻസ്റ്റാൾ ആവും. പിന്നെ നെക്സ്റ്റ് പ്ലഗിൻസ് ആണ്. പ്ലഗിൻസ് ഒരു 3 പ്ലഗിനാണ് ഞാൻ യൂസ് ചെയ്യൽ. ഒന്ന് ക്ലാസിക് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ. ക്ലാസിക് എഡിറ്റർ എന്ന് സെർച്ച് ചെയ്താൽ കണ്ടാവും ഈ ഒരു പ്ലഗിനില്ലേ. ഈ ഒരു പ്ലഗിന് ഇതെന്തിനാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു പോസ്റ്റൊക്കെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ, ഇപ്പോൾ പോസ്റ്റോ പേജോ എന്തോ എലമെൻ്റർ നമ്മൾ പേജ് ഓൾറെഡി നമ്മൾ എലമെൻ്ററിലാവും ചെയ്യാം. നമ്മൾ വേറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എഡിറ്റ് കൊടുത്താൽ ഈ ഒരു എഡിറ്ററാവും വരിക. ഇത് വേർഡ് പ്രസ്സിൻ്റെ ഡീഫോൾട്ട് ഗട്ടൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഡിറ്ററാണ്. ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ക്ലാസിക് എഡിറ്ററാണ് ഒരു ഡീഫോൾട്ട് എഡിറ്ററാക്കി യൂസ് ചെയ്യാൻ താല്പര്യം. അതിൻ്റെ സൈഡ് ബാറും ഞാൻ ജസ്റ്റ് ഈ ഒരു എഡിറ്റർ കണ്ടില്ല. ഞാൻ ക്ലാസിക് എഡിറ്റർ എടുത്തതിൻ്റെ ശേഷം നമുക്ക് ആ ഒരു പോസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ക്ലാസിക് എഡിറ്റർ ഞാൻ ആക്റ്റീവ് കൊടുക്കുന്നുണ്ട്. നമുക്ക് സെയിം പോസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എഡിറ്റ് കൊടുത്ത് നോക്കാം. കണ്ടോ, ഇതാണ് ക്ലാസിക് എഡിറ്ററിൻ്റെ UI വരുന്നത്. ഒന്നും കൂടെ സിമ്പിളായി തോന്നണില്ല. ടൈറ്റിൽ, അതുപോലെ ഡിസ്ക്രിപ്ഷന്, പിന്നെ ആ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഗട്ടൻബർഗ് എഡിറ്ററിനെക്കാട്ടും ഒന്നും കൂടെ പേഴ്സണലി എനിക്ക് സിമ്പിളായി തോന്നിയത് ഈ ഒരു ക്ലാസിക് എഡിറ്ററാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഡീഫോൾട്ട് എഡിറ്ററായിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു പ്ലഗിനാണ് WP കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലഗിൻ. WP കോഡ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ കണ്ടോ, ഈ ഒരു ബ്ലൂ ഐക്കണായിട്ടുള്ള ഈ ഒരു പ്ലഗിനും ഞാൻ യൂസ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഒരു 1 year ആയിട്ട് ഈ പ്ലഗിന് ഞാൻ എല്ലാ പ്രൊജക്റ്റിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞത്, നമുക്ക് കോഡ് സ്നിപ്പറ്റൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന കോഡ് സ്നിപ്പറ്റ്. അപ്പോൾ PHP ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ്, CSS, എന്ത് കോഡ് സ്നിപ്പറ്റ് ആയാലും നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ തീമിലൊക്കെ കൊടുക്കുമ്പോൾ തീമിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ചിലപ്പോൾ ആ കോഡ് മൊത്തം പോകും. നമ്മൾ ആദ്യമൊക്കെ തീമിൻ്റെ ഫങ്ഷൻ .phpയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഹെഡർ .php അങ്ങനെ ഓരോ ഫയലിലാണ് നമ്മൾ കൊടുക്കാറ്. അതിൻ്റെ പകരം WP കോഡിൽ കൊടുത്താൽ തീമിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാലും നമ്മളെ സ്നിപ്പറ്റുകൾ സേഫാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഹെഡ് ടാങ്കിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെഡറിൽ കൊടുക്കാം. അതുപോലെ ബോഡിയിൽ എല്ലാ പേജിലും ബോഡിയിൽ എന്തെങ്കിലും കോഡോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. സെയിം അതുപോലെ ഫൂട്ടർ, ബോഡിൻ്റെ ക്ലോസിങ്ങിൽ ഫൂട്ടറിൽ എന്തെങ്കിലും നമുക്ക് സ്ക്രിപ്റ്റൊക്കെ കൊടുക്കാനുണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് CDN ഒക്കെ കണക്ട് ചെയ്യുന്ന ടൈമിൽ സ്ക്രിപ്റ്റൊക്കെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ നമുക്കത് ഫൂട്ടറിൽ കൊടുക്കാൻ പറ്റും. പിന്നെ വേറെ കുറേ യൂസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഈ ഒരു 2 കാര്യങ്ങൾക്കാണ് ഈ WP കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലഗിനെ യൂസ് ചെയ്യാറ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് എലമെൻഡർ. എലമെൻഡർ ഒരു പേജ് ബിൽഡറാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പേജ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് നമ്മൾ എലമെൻഡർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എലമെൻഡറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യുന്ന ടൈമിൽ പഠിക്കാം. ഓക്കെ, എലമെൻഡർ സെർച്ച് ചെയ്താൽ ഇതാണ് എലമെൻഡർ വരുന്നത്. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക, ആക്റ്റീവ് കൊടുക്കുക. ആക്റ്റീവ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വെൽക്കം പേജൊക്കെ പോകും. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, എലമെൻഡറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു പ്ലഗിനും കൂടെ ആവശ്യമുണ്ട്, ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞിട്ട്. ഹെഡർ ഫൂട്ടർ ബിൽഡർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ ഉണ്ട്. ഇതും ഞാനിപ്പോൾ ലാസ്റ്റ് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഹെഡറും ഫൂട്ടറും നമ്മൾ സെപ്പറേറ്റ് ആണ് ഡിസൈൻ ചെയ്യാം. അതെല്ലാ പേജിലും വേണമല്ലോ. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ് ആഡ് ഓൺ ഫോർ എലമെൻഡർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ ഉണ്ട്. ഇതിൽ വേറെയും വിഡ്ജറ്റുകൾ കിട്ടും. ഞാൻ മെയിനായിട്ട് ഹെഡറും ഫൂട്ടറും ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും ഞാൻ ആക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലഗിൻസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾഡ് പ്ലഗിൻസ് ഒന്ന് എടുത്താൽ നമുക്ക് ഞാൻ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 4 പ്ലഗിൻസാണിത്. ഇത് ഞാൻ എന്തായാലും എല്ലാ പ്രോജക്റ്റിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പേജസിൽ ഹോം ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആഡ് പേജ് കൊടുത്തിട്ട് ഹോം എന്ന് പറഞ്ഞിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ പബ്ലിഷ് കൊടുത്താൽ മതി. എന്നിട്ട് അത് നമുക്ക് ഫ്രണ്ട് പേജ് ആക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ വിസിറ്റ് സൈറ്റ് കൊടുക്കുന്ന ടൈമിൽ വേറെ ഏതോ പേജാണല്ലോ, നമ്മളെ ബ്ലോഗ്സൊക്കെ ആണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹോം പേജ് നമുക്ക് റൂട്ട് പേജ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം ബാക്കിയുള്ള പേജസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഹോം നമുക്ക് ഫ്രണ്ട് പേജ് ആക്കണം. അതിന് നമ്മൾ സെറ്റിങ്സിൽ റീഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, യുവർ ലേറ്റസ്റ്റ് പോസ്റ്റ്, യുവർ ഹോം പേജ് ഏതാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് ലേറ്റസ്റ്റ് പോസ്റ്റാണ് ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക. അത് നമ്മൾ സ്റ്റാറ്റിക് പേജ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഹോം പേജ് ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹോം സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ ഒരു ചെക്ക് ബോക്സ് ഉണ്ടല്ലോ, ഇത് ചെക്ക് ചെയ്യുന്നത് നല്ലതാവും. അതായത് നമ്മൾ ലൈവ് സെർവറിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളെ സൈറ്റ് ഗൂഗിളിൽ ഇൻഡെക്സ് ആവാതിരിക്കാൻ, നോ ഇൻഡെക്സ് എന്ന് അതിന് പറയാം. അപ്പോൾ ഗൂഗിളിൽ ലിസ്റ്റ് ആവാതിരിക്കാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ വെബ്സൈറ്റ് ഒന്ന് എടുത്താൽ കണ്ടോ, ഇതാണ് നമ്മൾ ഫ്രണ്ട് പേജ് വരുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, ഹെഡറും ഫൂട്ടറും. അപ്പോൾ ഒരു ബ്ലാങ്ക് ഹോം പേജ് ഉണ്ടാക്കിയല്ലോ,
രണ്ടൊരു ബ്ലാങ്ക് ഹെഡറും ഫൂട്ടറും കൂടെ ഒന്ന് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് നമ്മൾ ഈ ഒരു അൾട്ടിമേറ്റ് ആഡ് ഓൺ ഫോർ എലമെൻ്റർ UAE എന്ന് പറഞ്ഞിട്ടൊരു മെയിൻ ഉണ്ടല്ലോ, അത് ഹോവർ ചെയ്താൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ന്യൂ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ഹെഡർ കൊടുത്ത് എന്തെങ്കിലും പേര് കൊടുത്താൽ മതി, ഹെഡർ മെയിൻ എന്നോ ഹെഡറിനോ എന്തെങ്കിലും പേര് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ടൈപ്പ് ഓഫ് എന്താണിത്, ടെംപ്ലേറ്റ് ഹെഡർ കൊടുക്കാം. പിന്നെ ഡിസ്പ്ലേ ഓൺ എൻ്റയർ വെബ്സൈറ്റ്, നമുക്ക് ഹെഡർ ടോട്ടൽ എല്ലാ പേജിലും ഡിസ്പ്ലേ ചെയ്യണമല്ലോ. പിന്നെ യൂസർ റോൾസ് ഓൾ കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പബ്ലിഷ് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് ഒന്നും കൂടെ ഇവിടെ ആഡ് ന്യൂ കൊടുക്കാം. പിന്നെ ഒരു ഫൂട്ടറും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് സെയിം, ഇവിടെ ഹെഡറിന് പകരം ഫൂട്ടർ കൊടുക്കുക. പിന്നെ ഇവിടെ എൻ്റയർ വെബ്സൈറ്റ് കൊടുക്കുക. പിന്നെ യൂസർ റോള് ഓൾ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് പബ്ലിഷ് കൊടുക്കുക. ഇപ്പോൾ ഹെഡറും ഫൂട്ടറും റെഡി ആയിട്ടുണ്ടാവും. ഹെഡറും ഫൂട്ടറും ആ ഒരു ഡെമോ എന്നുള്ളതൊക്കെ പോയല്ലോ, അത് ഡീഫോൾട്ട് ഹലോ എലമെൻ്റിൻ്റെ ഹെഡറും ഫൂട്ടറും ആയിരുന്നു. അപ്പോൾ അത് രണ്ടും ബ്ലാങ്ക് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹോം പേജും വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഹോം പേജ് എന്നുള്ളൊരു ടൈറ്റിൽ ഉണ്ടല്ലോ, ഇത് ഓരോ തീമിനും ഓരോ പോലെ ആവും. അപ്പോൾ ഹലോ എലമെൻ്റർ നമുക്ക് ആ ടൈറ്റിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഹലോ ഉണ്ടാവും. ഈ ഹലോ എന്ന് പറഞ്ഞ മെനുവിൽ സെറ്റിങ്സ് എടുത്താൽ മതി. സെറ്റിങ്സിൽ കണ്ടോ, സ്ട്രക്ചർ ആൻഡ് ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് ക്ലിക്ക് ചെയ്താൽ ഹൈഡ് പേജ് ടൈറ്റിൽ നിന്നുണ്ടാവും. ഒന്ന് എനേബിൾ ആക്കുക. അപ്പോൾ പേജ് ടൈറ്റിൽ ഹൈഡ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫുള്ള് ബ്ലാങ്ക് ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊരു പ്രോജക്റ്റ് ബേസിക്കായിട്ടൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ.